തെക്കൻ കേരളത്തിലും കനത്ത മഴ തുടരുന്നു. പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തി വിലക്ക് തുടരുകയാണ്. പത്തനംതിട്ടയിലെ നദികളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ശക്തമായ മഴയെ തുടർന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, ഇടുക്കി, കാസർഗോഡ്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ വിവരവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ സുലേഖ ശശികുമാർ നൽകും. റിപ്പോർട്ടുകൾ. വർഷം എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നെന്തായാലും 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, അതിനൊപ്പം തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, ഒപ്പം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ ഉണ്ടായേക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. നാളെയും ഇത്തരത്തിൽ ഓറഞ്ചും റെഡും അലർട്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഉള്ളത്. നാളെ ഇടുക്കിയിലും ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ കാറ്റാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഉള്ളത്. ഇത്തരത്തിൽ മണിക്കൂറിൽ 60 മീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിൽ വലിയ ഈ കാറ്റുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. കാറ്റിനും മഴയ്ക്കും ഒപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കനത്ത മഴയും കാറ്റും ഇടിമിന്നലും തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നതാണ് മുഖ്യമന്ത്രിയും ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സംസ്ഥാനത്ത് ജൂൺ 2-നാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത്. ഈ സ്കൂളുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകും, മഴയുടെ ശക്തി കുറയുമെന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പിലൊക്കെ തന്നെയും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം അത് കരയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അലയൊലികൾ അത് കേരളത്തിലും ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണുണ്ടാകുന്ന അപകടങ്ങളുണ്ട്. വിവിധങ്ങളായ ഇടങ്ങളിൽ, തിരുവനന്തപുരത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ ബൈക്കുകളും കാറുകളും തകരുന്ന അവസ്ഥ, അതിനൊപ്പം തന്നെ ട്രെയിൻ ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിലാണ് ഇന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണ ഈ ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കും എന്നത് തന്നെയാണ് റെയിൽവേ അധികൃതർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴ അത് നാളെയും കൂടി തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും സംസ്ഥാനത്തുണ്ടാകും എന്ന മുന്നറിയിപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. വർഷം.